ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവകൃപയാൽ പുറപ്പാട് പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കുവാനും അതിൻ്റെ ഷോർട്ട് സമ്മറി കേൾക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിനോടനുബന്ധമായി പുറപ്പാട് പുസ്തകം ഒറ്റ നോട്ടത്തിൽ വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു സംഗ്രഹമാണ് ഇതിനോടനുബന്ധിച്ച് നൽകുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം ബൈബിളിലെ ഏറ്റവും അടിസ്ഥാനപരവും മഹത്തായതുമായ പുസ്തകങ്ങളിലൊന്നാണ്. ഇത് ദൈവത്തെ വീണ്ടെടുപ്പുകാരൻ, വിടുവിപ്പിക്കുന്നവൻ, നിയമം സ്ഥാപിക്കുന്നവൻ, വിശുദ്ധ രാജാവ് എന്ന നിലയിൽ വെളിപ്പെടുത്തുന്നു. ഇത് പഞ്ചഗ്രന്ഥങ്ങളിലെ രണ്ടാം പുസ്തകമാണ്. ഉൽപ്പത്തിയിൽ ആരംഭിച്ച കഥയുടെ തുടർച്ചയാണ് പുറപ്പാട്. യോസെഫിൻ്റെ കാലത്ത് യാക്കോബിൻ്റെ കുടുംബം മിസ്രൈമിലേക്ക് പ്രവേശിച്ചതോടെയാണ് ഉൽപ്പത്തി അവസാനിക്കുന്നത്. നിരവധി തലമുറകൾക്ക് ശേഷം യോസെഫിനെ അറിയാത്ത പുതിയ ഫറവോൻ ഉയർന്നു വരുന്നു. ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് തള്ളപ്പെടുന്നു. അവരുടെ പീഡനം അത്യന്തം കഠിനമാകുന്നു. എന്നാൽ ദൈവം തൻ്റെ നിയമവാഗ്ദത്തങ്ങളെ ഒരിക്കലും മറക്കില്ലെന്ന് പുറപ്പാട് പഠിപ്പിക്കുന്നു. ദൈവം മൗനമായിരിക്കുന്നത് പോലെ തോന്നിയാലും ചരിത്രത്തിൻ്റെ പിന്നിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മിസ്രൈമിലെ അടിമത്വം പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൻ്റെ പ്രതീകമാണ്. ഫറവോൻ ദൈവത്തിനെതിരായ അഹങ്കാര ശക്തികളുടെ പ്രതിനിധിയാണ്. ഇസ്രായേലിൻ്റെ അടിമത്വം ആത്മീയ അടിമത്വത്തിൻ്റെ ചിത്രമാണ്. ദൈവം തൻ്റെ ജനത്തെ വിടുവിപ്പാൻ മോശയെ എഴുന്നേൽപ്പിക്കുന്നു. മോശ ഭാവിയിൽ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. മോശ ശിശുവായിരിക്കുമ്പോൾ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതുപോലെ യേശുവും ഹെരോദാവിൻ്റെ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. മോശ മരുഭൂമിയിൽ വർഷങ്ങളോളം ദൈവത്താൽ തയ്യാറാക്കപ്പെടുന്നു. ദൈവം തൻ്റെ ദാസന്മാരെ പൊതു ശുശ്രൂഷയ്ക്ക് മുമ്പ് മറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ രൂപപ്പെടുത്തുന്നു എന്ന സത്യമാണ് ഇത് പഠിപ്പിക്കുന്നത്. കത്തുന്ന മുൾപ്പടർപ്പ് ബൈബിളിലെ മഹത്തായ വെളിപ്പാടുകളിൽ ഒന്നാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന നാമത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു. ഇത് ദൈവത്തിൻ്റെ നിത്യവും സ്വയം നിലനിൽക്കുന്ന സ്വഭാവവും വെളിപ്പെടുത്തുന്നു. പുറപ്പാട് ദൈവം ഒരു ഗോത്രദൈവമല്ല, സകല സൃഷ്ടിയുടെയും പരമാധികാരിയാണെന്ന് പഠിപ്പിക്കുന്നു. 10 ബാധകൾ മിസ്രൈമിനും അതിൻ്റെ വ്യാജദേവന്മാർക്കും എതിരായ ദൈവവിധിയാണ്. ഓരോ ബാധയും യഹോവയുടെ പരമോന്നതത്വം വെളിപ്പെടുത്തുന്നു. ഫറവോൻ്റെ കഠിനഹൃദയം ദൈവത്തെ ആവർത്തിച്ച് നിരസിക്കുന്നതിൻ്റെ ഭീഷണി കാണിക്കുന്നു. രക്തത്തിലൂടെയുള്ള വീണ്ടെടുപ്പാണ് പുറപ്പാടിൻ്റെ കേന്ദ്ര വിഷയങ്ങളിൽ ഒന്ന്. പെസഹ യാഗം ഇസ്രായേലിൻ്റെ വിടുതലിൻ്റെ ഹൃദയമായി മാറുന്നു. വാതിൽ പടികളിലെ രക്തം ജനത്തെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്നു. ഇത് യഥാർത്ഥ പെസഹ കുഞ്ഞാടായ യേശുക്രിസ്തുവിലേക്കുള്ള വ്യക്തമായ സൂചനയാണ്. ചെങ്കടൽ കടക്കൽ പഴയ നിയമത്തിലെ മഹത്തായ രക്ഷാസംഭവമാണ്. വഴിയില്ലാത്തിടത്ത് ദൈവം വഴി ഉണ്ടാക്കുന്നു. ചെങ്കടൽ കടക്കൽ രക്ഷയുടെ, സ്നാനത്തിൻ്റെ, ശത്രുവിന്മേലുള്ള വിജയത്തിൻ്റെ പ്രതീകമാണ്. രക്ഷ പൂർണ്ണമായും ദൈവകൃപയാലും ശക്തിയാലുമാണെന്ന് പുറപ്പാട് പഠിപ്പിക്കുന്നു. വിടുതലിന് ശേഷം ഇസ്രായേൽ മരുഭൂമി യാത്ര ആരംഭിക്കുന്നു. മരുഭൂമി വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും പാഠശാലയായി മാറുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് മന്ന നൽകുന്നു. ജീവൻ്റെ പോഷകനായിരിക്കുന്നത് ദൈവം മാത്രമാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. പാറയിൽ നിന്നുള്ള വെള്ളം ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിങ്കിലേക്കുള്ള പ്രവചനമാണ്. അത്ഭുതങ്ങൾ കണ്ടിട്ടും ജനങ്ങൾ പിറുപിറുക്കുകയും കലഹിക്കുകയും ചെയ്യുന്നു. ഇത് മനുഷ്യഹൃദയത്തിൻ്റെ ദൗർബല്യം വെളിപ്പെടുത്തുന്നു. എങ്കിലും ദൈവം ക്ഷമയുള്ളവനും കരുണാനിധിയും വിശ്വസ്തനുമാണ്. സീനായി പർവ്വതത്തിൽ ദൈവം തൻ്റെ നിയമം സ്ഥാപിക്കുന്നു. ന്യായപ്രമാണം ദൈവത്തിൻ്റെ വിശുദ്ധതയും ധാർമ്മികതയും വെളിപ്പെടുത്തുന്നു. 10 കൽപ്പനകൾ വെറും നിയമങ്ങൾ മാത്രമല്ല, അവ ദൈവസ്വഭാവത്തിൻ്റെ പ്രതിഫലനങ്ങൾ കൂടിയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം വിശുദ്ധിയാലും അനുസരണത്താലും നിയന്ത്രിക്കപ്പെടണം എന്ന പുറപ്പാട് പഠിപ്പിക്കുന്നു. അനുസരണം ഇല്ലാത്ത സ്വാതന്ത്ര്യം കലഹത്തിലും നാശത്തിലും അവസാനിക്കും. ദൈവം ഇസ്രായേലിനെ വിശുദ്ധ ജനവും പുരോഹിത രാജ്യവുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവ സാന്നിധ്യമാണ് പുറപ്പാടിലെ ഏറ്റവും ആഴമുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഒന്ന്. ഇത് ഏറ്റവും വ്യക്തമായി പ്രത്യക്ഷമാകുന്നത് സമാഗമന കൂടാരത്തിലാണ്. സമാഗമന കൂടാരം വെറും ആരാധന കൂടാരം മാത്രമല്ലായിരുന്നു. പാപികളായ മനുഷ്യരുടെ നടുവിൽ ദൈവം വസിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു അത്. കൂടാരത്തിലെ ഓരോ ഘടകത്തിനും ആത്മീയ അർത്ഥമുണ്ടായിരുന്നു. പുറമുറ്റം യാഗത്തിലൂടെ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തെ സൂചിപ്പിച്ചു. യാഗപീഠം രക്തത്തിലൂടെയുള്ള പ്രായശ്ചിത്തത്തെ സൂചിപ്പിച്ചു. താമ്രക്കടൽ ശുദ്ധീകരണത്തെയും വിശുദ്ധീകരണത്തെയും പ്രതിനിധീകരിച്ചു. വിശുദ്ധ സ്ഥലം സഹവാസത്തെയും പ്രാർത്ഥനയെയും നിലവിളക്കിൻ്റെ പ്രകാശം ദൈവിക പ്രകാശത്തെയും വെളിപ്പെടുത്തി.
വിളക്കുതണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തെ സൂചിപ്പിച്ചു. കാഴ്ചയപ്പത്തിൻ്റെ മേശ ദൈവ സഹവാസത്തെ പ്രതിനിധീകരിച്ചു. ധൂപപീഠം ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയുടെ പ്രതീകമായിരുന്നു. അതിവിശുദ്ധ സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രതിനിധീകരിച്ചു. നിയമപെട്ടകം ദൈവത്തിൻ്റെ സിംഹാസനത്തെയും നിയമവിശ്വസ്തതയെയും സൂചിപ്പിച്ചു. കൃപാസനം രക്തപ്രായ ചിത്തത്തിലൂടെയാണ് ക്ഷമ ലഭ്യമാകുന്നതെന്ന് വെളിപ്പെടുത്തി. ഇവയെല്ലാം യേശുക്രിസ്തുവിലേക്കുള്ള പ്രവചന സൂചനകളാണ്. മനുഷ്യരുടെ ഇടയിൽ വസിച്ച യഥാർത്ഥ സമാഗമന കൂടാരം യേശുക്രിസ്തുവാണ്. അവൻ യാഗവും പുരോഹിതനും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ മധ്യസ്ഥനും ആകുന്നു. അതുകൊണ്ട് പുറപ്പാട് വെറും പുരാതന ചരിത്രമല്ല, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ പ്രവചനാത്മക വെളിപ്പാടാണ് അത്. സ്വർണ്ണക്കാളക്കുട്ടിയുടെ സംഭവം വിഗ്രഹാരാധനയുടെ ഗൗരവം വെളിപ്പെടുത്തുന്നു. ദൈവം നിയമം നൽകിക്കൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾ അവനെ വിട്ടുമാറുന്നു. ഇത് മനുഷ്യൻ്റെ സ്ഥിരമായ പാപപ്രവണതയെ കാണിക്കുന്നു. മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയുടെ നിഴലാണ്. പുറപ്പാട് ദൈവം വിശുദ്ധനും കരുണാനിധിയുമാണെന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. കരുണയില്ലാത്ത വിശുദ്ധി പാപിയെ നശിപ്പിക്കും. വിശുദ്ധി ഇല്ലാത്ത കരുണ പാപത്തെ അവഗണിക്കും. ദൈവത്തിൽ നീതിയും കൃപയും സമ്പൂർണമായി ഒന്നിക്കുന്നു. ദൈവമഹത്വം പുറപ്പാടിലെ മറ്റൊരു പ്രധാന വിഷയം ആണ്. സമാഗമന കൂടാരം പൂർത്തിയായപ്പോൾ ദൈവമഹത്വം അതിൽ നിറഞ്ഞു. ഇത് ദൈവസാന്നിധ്യത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും അടയാളമായിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നിസ്തംഭവും ദൈവിക നേതൃത്വത്തെ സൂചിപ്പിച്ചു. ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിൽ മാത്രം നിൽക്കുന്നില്ല, അവരെ നയിക്കുകയും ചെയ്യുന്നു. മിസ്രൈമിൽ നിന്ന് സീനായിലേക്കുള്ള യാത്ര അടിമത്വത്തിൽ നിന്ന് ആരാധനയിലേക്കുള്ള യാത്രയാണ്. വിടുതൽ അന്തിമ ലക്ഷ്യമല്ല, ദൈവ സഹവാസമാണ് അന്ത്യ ലക്ഷ്യം. പുറപ്പാടിൻ്റെ മുഴുവൻ ഘടന അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുപ്പിലേക്കും നിയമത്തിലേക്കും ആരാധനയിലേക്കും നീങ്ങുന്നു. ആത്മീയമായി പുറപ്പാട് വിശ്വാസികളെ മരുഭൂമി യാത്രകളിൽ ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. പരീക്ഷണങ്ങൾ ആത്മീയ രൂപീകരണത്തിൻ്റെ സ്ഥലങ്ങളാകാമെന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. അവിശ്വാസത്തെയും പെറുപിറുപ്പിനെയും ലോകസഖ്യതയെയും എതിരായി പുറപ്പാട് മുന്നറിയിപ്പ് നൽകുന്നു. ആരാധന ദൈവത്തിൻ്റെ വിശുദ്ധതയിലും സാന്നിധ്യത്തിലും കേന്ദ്രീകരിക്കപ്പെടണം. പുറപ്പാട് മുഴുവൻ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടതുപോലെ വിശ്വാസികളും പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ ക്രിസ്തുവും മനുഷ്യർക്ക് വേണ്ടി അറുക്കപ്പെട്ടു. സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ ദൈവം വിശ്വാസികളിൽ വസിക്കുന്നു. അവസാനമായി പുറപ്പാട് കേൾക്കുന്ന, ഓർക്കുന്ന, വീണ്ടെടുക്കുന്ന, തൻ്റെ ജനത്തോടുകൂടെ വസിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ഇത് വിടുതലിൻ്റെയും നിയമത്തിൻ്റെയും ആരാധനയുടെയും വിശുദ്ധിയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും പുസ്തകമാണ്. ഓരോ തലമുറയിലുമുള്ള വിശ്വാസികൾക്കായി ഇന്നും ശക്തമായി സംസാരിക്കുന്ന ദൈവവചനമാണ് പുറപ്പാടിൻ്റെ പുസ്തകം. ദൈവം ഈ പുസ്തകത്തിലെ തിരുവചനങ്ങളിൽ കൂടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.